ഒരു വാഹനം ഇങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് കൃത്യമായിട്ട് സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യരുത്, തിരിക്കരുത്. മുൻപിലേക്ക് ഇറങ്ങി വരിക. മുൻപിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം സ്പേസ് കിട്ടണം. സ്പേസ് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുക, ഓടിക്കാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ റൈറ്റ് സൈഡ് ചെന്ന് തട്ടും. നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് മുൻപോട്ട് പോയി നമുക്ക് തിരിച്ച് നമുക്ക് അവിടെ തന്നെ റിവേഴ്സ് നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം തന്നെ ചേർത്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയാൽ മാത്രമേ വണ്ടിയുടെ ബാക്ക് ചേർന്ന് വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് ആ ഭാഗം ബാക്ക് ചേർത്ത് വരുന്നതിനനുസരിച്ച് മൂല എത്തുന്നിടം വരെ നമ്മൾ ചേർത്ത് വരിക. മൂല എത്തി എന്ന് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ള് റൈറ്റിലേക്ക് ഓടിക്കുക. ഫുള്ള് റൈറ്റിലേക്ക് ഓടിച്ച് ബാക്കിലേക്ക് കയറുക. എന്നാൽ മാത്രമേ നമ്മൾ ആ സൈഡിൽ ചേർന്ന് തന്നെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ ചേർന്നല്ല വരുന്നത്, അവിടെ ഗ്യാപ്പ് ഇട്ടാ വരുന്നെങ്കിലോ ഇത്രയും സ്പേസ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. എന്ത് ചെയ്യും, ഗ്യാപ്പ് ഇട്ടാ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കിടക്കുന്ന വണ്ടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ബാക്കിലേക്ക് എടുക്കും തോറും അവിടെ സ്പേസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ സ്പേസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. അവിടെ നിർത്തിയതിന് ശേഷം ഫുള്ളി നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചതിന് ശേഷം ട്രൈ മോഡ് കൊടുത്ത് മുമ്പോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് മുമ്പോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്ക് അടുക്കുന്നതിനനുസരിച്ച് അവിടെ നിർത്തുക. കാരണം നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഇല്ല, അവിടെ വണ്ടികളുണ്ട്. വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക, റൈറ്റിലേക്ക് ഫുൾ ഓടിക്കുക. എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ചേർന്നതിന് ശേഷം വണ്ടിയെ വീല് നേരെയാക്കുക. വീല് നേരെയാക്കി വന്നാൽ നമുക്ക് രണ്ട് സൈഡിലും സ്പേസ് കറക്റ്റ് ആക്കി എന്ത് ചെയ്യാം, വണ്ടി നേരെ നിർത്താം. അല്ല നമുക്ക് അവിടെ സ്പേസ് കറക്റ്റ് അല്ല, നമുക്ക് ഇവിടെ ഈ ഭാഗം ചേർന്ന് പോകുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഭാഗം അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിലോ രണ്ട് സൈഡും ഗ്യാപ്പ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മുടെ ഭാഗം കറക്റ്റ് സ്പേസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം ഒരേപോലെ, ബാക്കും സ്പേസ് കറക്റ്റും ഫ്രണ്ട് സ്പേസ് കറക്റ്റായിട്ട് നമുക്ക് എന്താ ഒരേ സ്പേസ് നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കും.